നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ, അതുകൊണ്ടാ. അതെന്നെ ഞാൻ പഴയ എലുമ്പുകാട്ടിലെ എല്ലാരും സുഖമായിരിക്കുന്നു. അവരെല്ലാം നിങ്ങളെ തിരക്കി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി തെറ്റി ഈ മാളത്തിലായി. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അവരെ കാണാൻ കൊതിയായി അല്ലേ? അവർ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. നോക്ക്. ഉണർന്നില്ലേ? കുഞ്ഞേ കുഞ്ഞേ ഉണരേ ഉണരൂ നീ, കണ്ണു തുറക്കൂ നേരം പുലരം പുലരം നേരത്ത് മട്ടു കിടന്നാലോ.
ഓഫീസറിന്റെ ഡ്യൂട്ടി. കരഞ്ഞാലേ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കുഞ്ഞുവാവേ പോപ്പോ ദാണ്ടെ മോന്റെ പാവാ. തുടങ്ങിക്കോ. എന്തിനാ കരയുന്നേ? എന്തിനാ ഇപ്പൊ മമ്മിയെ വിളിക്കുന്നത്? എന്തിനാ കുട്ടിയെ കരയിപ്പിക്കുന്നത്? ഞാൻ ശരിയാക്കും. ഇവിടെ വരാൻ. കണ്ടോ കുഞ്ഞാവേ പോപ്പോ ബേബി വരുന്നു. ഞാനും വരുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരായി ആരായി ലോകത്തുള്ളത്? ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായ മഹാനുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു, ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. നെഹ്റുവിന് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ എല്ലാ കുഞ്ഞുങ്ങളും ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഞാനൊരിക്കൽ സ്കൂളിനടുത്തൂടെ പോയപ്പോൾ ഒരു പാട്ടു കേട്ടു. ഭാരതമണ്ണിൽ നേതാവായൊരു ധീരൻ നമ്മുടെ ചാച്ചാജി.
ഉണ്ട്. നമുക്ക് പോപ്പോ ബേബി വിളിക്കാം. രക്ഷപ്പെട്ടു. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഞാനിപ്പോ പാമ്പിന്റെ വായിലിരിക്കേണ്ടതായിരുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എനിക്കും വിശക്കുന്നു. ഒരെണ്ണം വാവയ്ക്കും 2 എനിക്കും. കുഞ്ഞാവേക്കാൾ വലുത് ഞാനല്ലേ കൂടുതൽ കഴിക്കേണ്ടത്. അല്ല, എനിക്ക് 2 വേണം. ഒരു കാര്യം ചെയ്യാം. നമ്മളിൽ ആദ്യം ആര് മിണ്ടുന്നു അവർക്ക് ഒരപ്പം. ആര് രണ്ടാമത് മിണ്ടുന്നു അവർക്ക് 2 അപ്പം. റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഒരപ്പമേ കിട്ടൂ. കുഞ്ഞാവ്യാധി മിണ്ടട്ടെ. അയ്യോ എനിക്ക് വിശക്കുന്നേ. പോകാക്കെ കുഞ്ഞാവേ പറഞ്ഞതിന്റെ പ്രതിധ്വനിയാണ് കേട്ടത്. കൂട്ടുകാരാന്ന് പറഞ്ഞേ.
കണ്ടോ കണ്ടോ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവരും നമ്മളോട് പെരുമാറൂ. നമ്മളെല്ലാവരോടും നന്നായി പെരുമാറാൻ ശീലിക്കണം. അതെ പൂമ്പാറ്റയാ. തേൻ കുടിക്കാൻ വിശപ്പ് മാറ്റാൻ പാല് കുടിച്ച് വിശപ്പ് മാറ്റാറില്ലേ? അതുപോലെ പൂമ്പാറ്റയിൽ നിന്നും തേൻ കുടിച്ചാ വിശപ്പ് മാറ്റുന്നത്. തോറ്റ്. അയ്യോ അതൊന്നും പറ്റത്തില്ല. തേൻ കുടിക്കണമെങ്കിൽ പൂമ്പാറ്റയെ പോലാകണം. ആദ്യം മുട്ട, പിന്നെ പ്യൂപ്പ, പിന്നീട് സുന്ദരമായ ചിറക് മുളയ്ക്കുന്നു. പിന്നെ പറന്ന് പൂവിൽ ചെന്ന് തേൻ കുടിക്കുന്നു. ചിറക് മുളച്ച് പിന്നെ പറന്ന് പൂവുകളിൽ ചെന്ന് തേൻ കുടിക്കാം. രസമായിരിക്കും അല്ലേ?
കുറച്ചേരം സൈക്കിൾ ചവിട്ട്. ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളാ, സൂക്ഷിക്കണം. മോനെ മോനെ എങ്ങും പോവല്ലേ. സൈക്കിളുമായിട്ടാ പോയത്. അറിഞ്ഞു വീണ് കാണും. എന്ത് പറ്റി? പ്രേതമോ? അയ്യോ മോനെ ബ്രേക്ക് പിടി. ശരീരം മുഴുവനും പഞ്ചറായി. മോനെ കരയല്ലേ. എനിക്കിനി മമ്മിയുടെ അടി കൊള്ളാൻ വയ്യ. മോനെ നോക്കിയേ. ക്ഷീണം മാറ്റാതെ എനിക്ക് എങ്ങോട്ടും പോവാൻ വയ്യ. ഇനി ആര് ശല്യപ്പെടുത്താതെ നോക്കണേ. ശല്യപ്പെടുത്തിയ എനിക്ക് ദേഷ്യം വരും. അതാ
പോയി നോക്കാം. ആകാശത്തിലൂടെ ചുറ്റുന്നത് നല്ല രസമായിരുന്നു. വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അയ്യോ ചെടിയമ്മയുടെ ഇലക്കൊരു വാർത്ത. ഞാനൊരു ടോണിക്ക് വാങ്ങാൻ പോവാ. പിന്നെ കാണാം. എന്തോ വേണോന്ന്? ചന്ദ്രനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അങ്ങ് ദൂരെയാ. അയ്യോ ഭൂമിന്ന് 3,84,403 കിലോമീറ്റർ ദൂരെയാ. മോനെ കരയല്ലേ? കുട്ടനല്ലേ? ചന്ദ്രനെ കൊണ്ടുവരാം. എവിടെ പോയി ചന്ദ്രനെ കൊണ്ടുവരും? ഇവനെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കണം. ഐഡിയ.
ചന്ദ്രൻ. ഈ ചന്ദ്രനെ ഞാൻ കഷ്ടപ്പെട്ടാ പിടിച്ചത്. ഇതിനെ അമ്പിളിയമ്മാവനെന്നും പറയും. അമ്പിളിയമ്മാവന് കേറി പോണോന്നോ? ഞാനൊരു മേഘമാണ്. കൂടെ വന്നാൽ ഞാൻ ആകാശം ചുറ്റി കാണിക്കാം. ഞാനും വരുന്നു. ചേർന്ന ഞങ്ങൾ ഉണ്ടാവുന്നത്. ആകാശത്ത് പറന്ന് നടക്കുന്ന ഞങ്ങൾ ഭൂമി വരണ്ടുണങ്ങുമ്പോൾ താഴോട്ടിറങ്ങി വരും. കുഞ്ഞാവേ ഇനി മറ്റൊരു ദിവസം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. മേഘങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെയുണ്ട്. ചില രാത്രികളിൽ ആകാശം നിറയെ നക്ഷത്രങ്ങൾ കാണാം. എന്ത് രസമാണെന്നോ. കുട്ടികളൊക്കെ നക്ഷത്രങ്ങളെ നോക്കി പാടാറുണ്ട്. ഞാൻ പാല് കുടിച്ചെന്ന് പറയില്ലേ മോനെ? ഞാനൊരു കാണിച്ചു തരാം. താറാവല്ലേ വരുന്നത്?
പോപ്പോ പിപ്പി നീ കുറച്ചു നേരം വിശ്രമിക്ക്. ഞങ്ങൾ പോകാൻ നേരം നിന്നെ വിളിക്കാം കേട്ടോ. കുഞ്ഞാവേ 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 ഞാനും വരുന്നു. മോനെ നീ അത് കണ്ടോ? ഭീകരി ഉറുമ്പ്. രക്ഷപ്പെട്ട്. പോപ്പോ പിപ്പി എത്ര തവണയാണ് നമ്മളെ രക്ഷിച്ചത്. താങ്ക്സ് പറ. നമുക്ക് ആരുപകാരം ചെയ്താലും അവരോട് നമ്മൾ താങ്ക്സ് പറയണം. പുതിയ രസകരമായ കഥകളും കവിതകളുമായി ഞങ്ങൾ വീണ്ടും വരാം. കുറ്റിക്കാട്ടിൽ പോപ്പോ പിപ്പി.